أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولكل درجات مما عملوا وما ربك بغافل عما يعملون. وربك الغني ذو الرحمة إن يشأ يذهبكم ويستخلف من بعدكم ما يشاء كما أنشأكم من ذرية قوم آخرين. إنما توعدون لآت وما أنتم بمعجزين. കഴിഞ്ഞ സൂക്തങ്ങളിൽ നാം പരലോകത്തെ അവിശ്വസിക്കുന്ന, അങ്ങനെ പൈശാചിക പ്രേരണകളിൽ അകപ്പെട്ടു പോകുന്ന ആളുകളുടെ പരലോകാവസ്ഥയെക്കുറിച്ചാണ് മനസ്സിലാക്കിയത്. അല്ല, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൊന്നും വന്നിരുന്നില്ലേ എന്ന് അവരോട് അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്ന സന്ദർഭത്തിൽ അവർ പറയുന്ന മറുപടി എന്താണ്? ഷഹിദ്നാ അലാ അൻഫുസിന, ഞങ്ങൾക്കെതിരിൽ സാക്ഷി പറയുന്നു, അഥവാ വന്നിട്ടുണ്ട്, ഞങ്ങൾ അംഗീകരിക്കാതിരുന്നതാണ് എന്ന് മറുപടി പറയും. യഥാർത്ഥത്തിൽ അവരെ ഭൗതിക ജീവിതം വഞ്ചിച്ചതായിരുന്നു. അങ്ങനെയാണ് സ്വന്തത്തിനെതിരില് സാക്ഷി പറയേണ്ട അവസ്ഥയിൽ അവർ എത്തിയത് എന്നാണ് മനസ്സിലാക്കിയത്. എന്നിട്ട് 131 അല്ലാഹു തആല മറ്റൊരു കാര്യം പറയുന്നുണ്ട് അതോട് ചേർത്തുകൊണ്ട്. എന്താണ്? നാട്ടുകാർ സത്യത്തെക്കുറിച്ച് അജ്ഞരായ അവസ്ഥയിൽ, എന്താണ് സത്യം എന്ന് ഒരു സമൂഹത്തിന് അറിയില്ലെങ്കിൽ, അങ്ങനെ അറിയാതെ അക്രമം ചെയ്തു പോയാൽ അതിൻ്റെ പേരിൽ അള്ളാഹു നാടുകളെ നശിപ്പിക്കുകയില്ല. വിവരക്കേട് കൊണ്ട് വിവരദോഷം ചെയ്തു പോയാൽ, അവിവേകം ചെയ്തു പോയാൽ അതിൻ്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കില്ല. അപ്പൊ കൃത്യമായിട്ട് പ്രവാചകന്മാർ, പ്രബോധകന്മാർ വന്ന സമൂഹം, ആ പ്രവാചകന്മാരെ അംഗീകരിക്കാതിരിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ശിക്ഷാ നടപടികൾ ഉണ്ടാവുക. അതാണല്ലോ നീതി. അള്ളാഹു നീതിമാനാണ് എന്നാണ് ആ ബോധ്യപ്പെടുത്തിയത്. ഇനി 132 നമ്മൾ പോവാണ്. വലികുല്ലിൻ ദറജാതും മിമ്മാ അമിലു വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ. വലികുല്ലിൻ ദറജാത്ത്, കുല്ല് എല്ലാം നമുക്കറിയാം. വലികുല്ലിൻ എന്ന് പറയുമ്പോൾ എല്ലാ ഓരോരുത്തർക്കുമുണ്ട് എന്നാണ്. ദറജാത്ത് എന്തുണ്ട്? പദവികൾ, സ്ഥാനങ്ങൾ ഉണ്ട്. ദറജ നമ്മൾ സാധാരണ പറയില്ലേ, ദറജ ഉയർത്തി കൊടുക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ദർജ് എന്ന വാക്കിന്റെ അർത്ഥം സ്റ്റെപ്പ് എന്നാണ്, കയറി പോകുന്നതാണ്. മദ്രജ് സ്റ്റെപ്പുകളാണ്. അപ്പൊ ദറജ എന്ന് പറഞ്ഞാൽ പദവി, ഒന്നിന് മുകളിലോട്ട് കയറി കയറി പോകുന്ന അവസ്ഥയാണല്ലോ. വലികുല്ലിൻ ദറജാത്ത്, എല്ലാവർക്കും ഉണ്ട് ദറജാത്ത്, പദവികൾ ഉണ്ട്. മിമ്മ അമിലു, അവരുടെ കർമ്മമനുസരിച്ച്, അവർ പ്രവർത്തിച്ചതിൽ നിന്നുള്ള എന്നാണ് നേർക്ക് നേരെ അർത്ഥം. വലികുല്ലിൻ ദറജാത്തും മിമ്മ അമിലു, എല്ലാവർക്കും, എല്ലാ സമൂഹങ്ങൾക്കും ഉണ്ട് ദറജാത്ത്, പദവികൾ. മിമ്മ അമിലു, അവർ പ്രവർത്തിച്ചതനുസരിച്ച്. എന്നിട്ടൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. വമാ റബ്ബുക, നിന്റെ നാഥൻ അല്ല, ബിഗാഫിലിൻ, അശ്രദ്ധനല്ല, അമ്മ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച്. രണ്ടും ചേർത്ത് പറയാണ്. അപ്പൊ അവിടെ നന്മ ചെയ്തവരാണെങ്കിലോ, നന്മയുടെ പദവികൾ ഇങ്ങനെ കയറി കയറി പോവാണ് അയാള്, അല്ലേ? നമ്മൾ നന്മയിൽ, ഇബാദത്തുകളിൽ
സൽക്കർമ്മങ്ങളിൽ ഒക്കെ മുഴുകുമ്പോൾ, അത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചാകുമ്പോൾ നമുക്ക് ഉയരങ്ങളിലേക്ക് കയറി കയറി പോകാൻ പറ്റും. അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ മൈമന, അസ്സാബിഖൂൻ അസ്സാബിഖൂൻ എന്നൊക്കെ പറഞ്ഞ ഗണത്തിൽ ഉയർന്നു പോകാൻ പറ്റും. ഇനി മറിച്ചാണെങ്കിലോ, വലിക്കുല്ലിൻ ദർജാത്തും മിമ്മാ അമിലു, ഒരാൾ തിന്മയിലാണ് മുന്നേറുന്നതെങ്കിൽ അയാളുടെ ദർജ എങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും. അണ്ടർഗ്രൗണ്ടിലേക്കും സ്റ്റെപ്പ് വേണ്ടി വരുമല്ലോ. ആ നിലയ്ക്ക് അയാളിങ്ങനെ അധപ്പതനത്തിൻ്റെ പടികൾ ഓരോന്നോരോന്നായിട്ട് താഴേക്ക് ഇറങ്ങി ഇറങ്ങി അങ്ങനെ തിന്മകളുടെ അടിത്തട്ടിലെത്തും ഈ ലോകത്ത് വെച്ച്. അതേപോലെ പരലോകത്തെത്തുമ്പോഴോ ശിക്ഷകളുടെ പലവിധ അധമമായ നിന്ദ്യമായ പടികളിലേക്ക് അയാൾ ചെന്നെത്തും. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ, അവർ ചെയ്യുന്നതിനെ കുറിച്ച് നിന്റെ നാഥൻ അശ്രദ്ധനല്ല. എന്താ നിന്റെ നാഥൻ എന്ന് പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവെ അംഗീകരിക്കുന്നവരോടാണ് നിന്റെ നാഥൻ എന്ന് പറയുന്നത്. നീ അംഗീകരിച്ചവനാണ്, അവർ അംഗീകരിച്ചവരല്ല. അതിനാൽ അവര് അള്ളാഹുവെ ധിക്കരിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ, ആ കർമ്മങ്ങളെല്ലാം നിന്റെ നാഥൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോന്നിനും അവൻ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, പോയിന്റ് നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കർമ്മങ്ങൾക്ക് മാത്രമല്ല, അതിൻ്റെ തുടർച്ചകൾക്കും എന്നാണ് അവിടെ ഉദ്ദേശം. അപ്പൊ ഇതില് ശരിക്കും ഉദ്ദേശിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ സൂക്തങ്ങളുടെ തുടർച്ച എന്ന നിലയ്ക്ക് സത്യനിഷേധികളെയാണ്. അവർ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചാണ് അവരുടെ പരലോകാവസ്ഥ, അവരുടെ ഇഹലോകാവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും. നിന്റെ നാഥൻ അശ്രദ്ധനല്ല. അഥവാ എന്തെങ്കിലുമൊക്കെ ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, പേരും പ്രശസ്തിയും ഉണ്ടാകാൻ വേണ്ടി ചെയ്തിട്ടുണ്ടാവും, കപട മനസ്സോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ടാവും. അതൊക്കെ അള്ളാഹു അതിന് അർഹമായ പോയിന്റുകൾ മാത്രം നൽകി രേഖപ്പെടുത്തും എന്നുള്ള ഒരു താക്കീത് ആ സൂക്തം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇനി 133 ആയത്തിലേക്ക് നമ്മൾ കടക്കാണ്. 133 അള്ളാഹുവെ കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത്. അള്ളാഹു ആരാണ്, അള്ളാഹുവിൻ്റെ ശക്തി എന്താണ്, മനുഷ്യർക്കുമേൽ, ഇത്തരം സമൂഹങ്ങൾക്കുമേൽ അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറയാണ്. വറബ്ബുകൽ ഗനിയ്യു ദുർ റഹ്മ വറബ്ബുകൽ ഗനിയ്യു ദുർ റഹ്മ ഇൻ യശഅ യുദ്ഹിബകും വയസ്തഖ്ലിഫ് മിൻ ബഅദികും ويستخلف من بعدكم ما يشاء كما أنشأكم من ذرية قوم آخرين. വറബ്ബുക, നിന്റെ നാഥനുണ്ടല്ലോ, അൽ ഗനി, അവൻ ആരാണ്? തികഞ്ഞ സ്വയം പര്യാപ്തനാണ്. ഗനീയിന് ധനികൻ എന്ന് നമ്മൾ സാധാരണ അർത്ഥം പറയും. ഇവിടെ അലിഫ്ലാം ചേർത്ത് അള്ളാഹുവിന് മാത്രം പ്രത്യേകമാക്കിക്കൊണ്ടാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അൽ ഗനി എന്ന് പറയുമ്പോൾ സ്വയം പര്യാപ്തൻ, സകലം തികഞ്ഞവൻ എന്നാണ്. ദുർ റഹ്മ, കാരുണ്യമുടയവനായ, ഉള്ള എന്നാണല്ലോ. ദു റഹ്മത്തിൻ, കാരുണ്യം ഉള്ള എന്നാണ്. അവിടെയും റഹ്മത്ത് പറഞ്ഞപ്പോൾ അലിഫ്ലാം ചേർത്തിട്ടുണ്ട്, സവിശേഷമായ കാരുണ്യമാണ്. ഈ യശ യുദ്ഹിബുക്കും, എന്നിട്ട് അതേ അള്ളാഹുവിൻ്റെ മറുവശം പറയാണ്. ഈ യശ, യശാഉ ഉദ്ദേശിച്ചു. ഈ യശ, അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, യുദ്ഹിബുക്കും, ദഹബ പോയി, അദ്ഹബ നീക്കിക്കളഞ്ഞു, എടുത്തു കളഞ്ഞു, നശിപ്പിച്ചു എന്നൊക്കെയുള്ള ആശയമാണ്. യുദ്ഹിബ്, അവൻ നീക്കിക്കളയും, നശിപ്പിച്ചു കളയും, കും, നിങ്ങളെ. ഈ യശ യുദ്ഹിബുക്കും, അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളെ അവൻ നശിപ്പിച്ച് നീക്കിക്കളയും. എന്നിട്ടോ വയസ്തഖ്ലിഫ് മിൻ ബഅദിക്കും, ഇസ്തഖ്ലഫ, ഖലീഫ ആരാണ്?
പ്രതിനിധി, പിന്നെ ഒരർത്ഥം പിൻഗാമി എന്നുകൂടിയാണ് അല്ലെ. ഇസ്തഖ്ലഫ എന്ന് പറയുമ്പോൾ പ്രതിനിധിയാക്കി, അഥവാ ഒരാൾക്ക് പകരം അയാളുടെ സ്ഥാനത്ത് മറ്റൊരാളെ കൊണ്ടുവരാണ്. അപ്പൊ നിങ്ങളെ നീക്കിയല്ലോ, നിങ്ങളെ നീക്കിയ അതേ സ്ഥാനത്ത് അവൻ പകരം കൊണ്ടുവരും. അതാണ് വയസ്തഖ്ലിഫ് മിൻ ബഅദിക്കും, നിങ്ങൾക്ക് ശേഷം മാ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നതിനെ, അഥവാ ഉദ്ദേശിക്കുന്ന സമൂഹത്തെ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നവരെ അവൻ പകരം കൊണ്ടുവരും. കമ അൻശഅക്കും, നിങ്ങളെ അവൻ ഉണ്ടാക്കി വളർത്തിക്കൊണ്ടു വന്നതുപോലെ. അൻശഅ യുൻശിഉ, ഉണ്ടാക്കി വളർത്തി എന്നൊക്കെയാണ്. അവൻ വളർത്തിക്കൊണ്ടുവന്നതുപോലെ മിൻ ദുർരിയ, സന്തതികളിൽ നിന്ന്, ഖൗമിൻ, ഒരു ജനത്തിന്റെ, ആഖരീൻ, മറ്റൊരു ജനതയുടെ സന്തതികളിൽ നിന്നാണ് നിങ്ങളെ അല്ലാഹു തആല ഉയർത്തിക്കൊണ്ടുവന്നത്, തലമുറകൾ ഒരുപാട് പിന്നിടുമ്പോൾ. ഇതേപോലെ ഇനി നിങ്ങളെ നശിപ്പിച്ചിട്ട് വേറൊരു സമൂഹത്തെ കൊണ്ടുവരാൻ അള്ളാഹു കഴിവുള്ളവനാണ്, അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ. വല്ലാത്തൊരു വാക്കാണ്, ഒരുപാട് ആലോചിക്കേണ്ട താക്കീതാണ് ഈ സൂക്തം എന്ന് മനസ്സിലാക്കണം. വറബ്ബുക്കൽ ഗനിയ്യു ദുർ റഹ്മ, അവൻ അൽ ഗനിയാണ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ഇവിടെ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ സൂക്തത്തോട് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരാമർശമാണ്. ഇവിടെ വാവ് വന്നിട്ടുണ്ടല്ലോ തുടക്കത്തില്, ആ വാവ് കഴിഞ്ഞ സൂക്തത്തിൽ വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ എന്നായിരുന്നല്ലോ അവസാനം. നിന്റെ നാഥൻ അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അശ്രദ്ധനൊന്നുമല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അതേ റബ്ബിനെ കുറിച്ച് പറയാണ്, നിങ്ങൾ കരുതും അള്ളാഹു നിങ്ങളോട് നന്നാകാൻ പറയുമ്പോൾ, ഇബാദത്തുകൾ ചെയ്യാൻ പറയുമ്പോൾ, അവനെ അനുസരിക്കാൻ പറയുമ്പോൾ അത് മുഖേന അവന് എന്തോ നേട്ടമുണ്ടെന്ന് അങ്ങനെ കരുതി പോകുന്നുണ്ടോ? അങ്ങനെ കരുതേണ്ടതില്ല. കാരണം അവന് നിങ്ങളുടെ യാതൊരു വിധത്തിലുള്ള സപ്പോർട്ടും ആവശ്യമില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ അവന് മുമ്പിൽ നമസ്കരിക്കണം, അവനോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത്? നിങ്ങളുടെ നന്മക്ക് വേണ്ടി തന്നെയാണ്, അല്ലാതെ മറ്റാർക്കും അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. കാരണം അവൻ ആരാണ്? അൽ ഗനിയാണ്, സമ്പന്നനാണ്, സ്വാശ്രയനാണ്, സ്വയം പര്യാപ്തനാണ്. പക്ഷെ ഗനിയ് എന്ന വാക്ക് അള്ളാഹുവിൻ്റെ വളരെ സവിശേഷമായ മഹിതമായ നാമങ്ങളിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹുവോട് ചേർത്ത് ഗനിയ് പറയുമ്പോൾ അതിന് അനന്തമായ സാധ്യതകളാണ്. നമ്മളിപ്പോ ഭൂമിയിലെ അതിസമ്പന്നരായ ആളുകളുണ്ടല്ലോ, ചില പട്ടികകളൊക്കെ പേര് നേടുന്ന ആളുകളില്ലേ, അവര് കോടാനുകോടികൾ സമ്പാദിച്ചാലും അവർ തൽക്കാലം നമ്മെ അപേക്ഷിച്ച് അവർ ഗനിയാണ് എന്നേ വരുന്നുള്ളൂ അല്ലേ. കോടാനുകോടികൾ കൈവശമുള്ള ആൾക്ക് അയാളുടെ അടുത്ത നിമിഷത്തെക്കുറിച്ച് അറിയാമോ? അറിയില്ല. അടുത്ത നിമിഷം ജീവിക്കുമോ എന്നറിയില്ല. അടുത്ത നിമിഷം ജീവിക്കണമെങ്കിൽ അയാൾക്ക് ശ്വാസം വലിച്ചെടുത്തേ പറ്റുള്ളൂ. മറ്റാരോ അയാളുടെ ഹൃദയം ചലിപ്പിച്ചേ പറ്റുള്ളൂ അല്ലേ. പിന്നെ എന്ത് ഗനിയാണ്? അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു എങ്ങനെയാണ്? വേണ്ടതൊക്കെയും സമ്പൂർണ്ണ രൂപത്തിൽ കൈവശമുള്ളവനാണവൻ. വേണ്ടതൊക്കെയും സമ്പൂർണ്ണ രൂപത്തിൽ കൈവശമുള്ളവൻ എന്നുള്ളതാണ് ഗനി. അള്ളാഹുവിൻ്റെ ഒരു സത്താവിശേഷണമാണിത്. സത്താവിശേഷണം എന്ന് പറഞ്ഞാൽ അവനിൽ സ്വയം തന്നെ കുടികൊണ്ടിട്ടുള്ള വിശേഷണമാണ് അത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നതല്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സർവ ഗുണസമ്പൂർണനും സർവ വിഭവ സമ്പൂർണനും ആയിട്ടുള്ളവനാണ് അള്ളാഹു. അവൻ ഗനിയാകാൻ പ്രത്യേകിച്ച് ഉപാധികൾ വേണോ? ഇപ്പൊ നമുക്ക് സമ്പത്ത് ഉണ്ടാവണമെങ്കിൽ അധ്വാനിക്കണം, ഉള്ളത് പെരുപ്പിക്കാൻ വേണ്ടിയിട്ട് പല വഴികൾ നോക്കണം. അവൻ അങ്ങനെയാണോ? അവനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ? നമുക്കവൻ തന്നുകൊണ്ടിരിക്കുന്നു, അതനുസരിച്ച് തീരുമ്പോൾ പിന്നെയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക? അങ്ങനെയല്ല. അവന്റെ ഖജനാവ് നിറഞ്ഞു നിൽക്കുന്നതാണ്. വലദൈന മസീദ്, നമ്മുടെ പക്കൽ എത്ര വേണമെങ്കിലും ഉണ്ടെന്ന് പറയുന്നില്ലേ, അങ്ങനെയാണ്. അപ്പൊ അതിനാൽ അൽ ഗനി എന്ന് പറഞ്ഞാൽ സ്വയം സമ്പൂർണനായവൻ,
സ്വയം പര്യാപ്തനായവൻ എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അള്ളാഹുവിന് നിലനിൽക്കാൻ ഉപകരണങ്ങൾ വേണ്ട, ഉപാധികൾ വേണ്ട. മനുഷ്യന് നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഈ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കുന്നതിന് കൃത്യമായ ഉപാധികളുണ്ട്. ഇങ്ങനെയാകുമ്പോഴേ കണ്ണ് പ്രവർത്തിക്കൂ, അല്ലെ? കണ്ണുണ്ടായത് കൊണ്ട് കാര്യമില്ലല്ലോ. അതിൻ്റെ പിന്നിലെ ഉപകരണങ്ങളെല്ലാം കൂടി പ്രവർത്തിക്കുമ്പോഴാണ് കാഴ്ച എന്ന പ്രതിഭാസം നാം അനുഭവിക്കുന്നത്. അവൻ അങ്ങനെയില്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും എന്നുള്ളതാണ്. അള്ളാഹു ഇങ്ങനെ പറയുന്നില്ലേ സൂറത്ത് ഫാത്തിറില്, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ആശ്രിതരാണ്. അള്ളാഹിൻ്റെ മുമ്പിൽ നിങ്ങൾ ആരായാലും ഫക്കീറാണ്. വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്, അള്ളാഹുവാണ് സ്വയം പര്യാപ്തനായ സ്തുത്യർഹൻ, അവൻ മാത്രമാണ്. ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഒരുപാട് ആലോചിക്കാനുണ്ട് നമുക്ക്, അല്ലെ? നമ്മൾ എന്തെങ്കിലും കയ്യിൽ കിട്ടുമ്പോഴേക്ക് ഇനി എനിക്കറിയാം ആരെയും ആശ്രയിക്കേണ്ടതില്ല, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളും എന്നൊക്കെയുള്ളൊരു മൈൻഡിലേക്ക് മാറും. പക്ഷേ അതങ്ങ് തീർന്നു പോയാലോ, പെട്ടെന്ന് നമ്മൾ കൈനീട്ടാൻ തുടങ്ങും. അയ്യോ അങ്ങനെയായി ഇങ്ങനെയായി എന്ന് പറഞ്ഞ് സങ്കടം പറയും. അപ്പൊ അള്ളാഹുവെ അറിയേണ്ടത് ഈ പൂർണ്ണതകളിലാണ്. അതോടൊപ്പം തന്നെ പറയാണ് ദുർ റഹ്മ, അവൻ സ്വയം പര്യാപ്തനായപ്പോൾ മനുഷ്യനെ പോലെ സ്വാർത്ഥനായില്ല. അങ്ങനെയാണ് മനുഷ്യൻ പലപ്പോഴും. ഇനി ഞാനെന്തിന് മറ്റുള്ളവരെ ആശ്രയിക്കണം, അതുകൊണ്ട് ആരും എന്നെ ഇങ്ങോട്ടും ആശ്രയിക്കേണ്ടതില്ല, അന്വേഷിച്ചു വരേണ്ടതില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് മാറും. പക്ഷെ അള്ളാഹു സ്വയം പര്യാപ്തനായിരിക്കെ തന്നെ ദുർ റഹ്മ, കാരുണ്യം ഉടയവനാണ് അവൻ എന്നാ പറയുന്നത്. കതബ അലാ നഫ്സിഹി റഹ്മ, അവൻ കാരുണ്യം തന്നിൽ സ്വയം നിർബന്ധമാക്കിയവനാണ്. മറ്റുള്ളവരോട് കരുണ ചെയ്യല് തൻ്റെ നിർബന്ധ ബാധ്യതയായിട്ട് നിശ്ചയിച്ചവനാണ് അവൻ എന്നാണ് പറയുന്നത്. അതിനാൽ കരുണയും സ്വയം പര്യാപ്തതയും ചേർത്ത് പറയുന്നു അൽ ഗനിയ്യു ദുർ റഹ്മ എന്നുള്ള പ്രയോഗത്തിൽ. അത് വളരെ ഉന്നതമായൊരു ശൈലിയാണത്, അല്ലെ? ഈ ദുർ റഹ്മ ഖുർആനിലെ വേറെയും പലയിടങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ പാപം പൊറുക്കുന്നവൻ, വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ, അവൻ സകലം പൊറുക്കുന്ന കാരുണ്യവാനാണ്. എന്നിട്ട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ചെയ്ത തിന്മയുടെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ അവന് നിങ്ങൾക്കുള്ള ശിക്ഷ വേഗത്തിലാക്കാമായിരുന്നു. പക്ഷെ അള്ളാഹു അങ്ങനെ ഒരിക്കലും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അതിനാൽ അള്ളാഹുവെ ആ നിലയ്ക്ക് ഉൾക്കൊണ്ടിട്ട് അവൻ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ എല്ലാ ഉന്നതമായ നിലപാടുകളിൽ അവനോട് ചേർന്ന് നിൽക്കാനാണ് പറ്റേണ്ടത്. അതിനാണ് ഇങ്ങനെ പറയുന്നത് വറബ്ബുക്കൽ ഗനിയ്യുർ റഹ്മ, അവൻ രാജാതിരാജനാണ്. രാജകീയമായ അത്യുന്നതമായ ശൈലിയിലാണ് അവൻ സൃഷ്ടികളുമായിട്ട് ഇടപഴകുന്നത്. അതേസമയം നിങ്ങൾ തലതിരിഞ്ഞാൽ, നിങ്ങൾ അവനെതിരായിട്ട് നിന്നാലോ, ഈ യശ യുദ്ഹിബുക്കും, അവൻ ഉദ്ദേശിച്ചാലേ നിങ്ങളെങ്ങ് തുടച്ചു നീക്കിക്കളയും. അങ്ങനല്ലേ ആദ് സമൂദൊക്കെ പോയത്? ഖുർആൻ പറയുന്നില്ലേ, കഅല്ലം യഗ്നൗ ബിൽ അംസ് ഫഹൽ തറാ ലഹും മിൻ ബാഖിയ, നീ കാണുന്നുണ്ടോ എന്തെങ്കിലും അവശേഷിക്കുന്നതായിട്ട്? അവർ ജീവിച്ചിരുന്ന ഇടങ്ങളിലേക്ക് നോക്കൂ. ഇന്നലെ ഇങ്ങനെ ഒരു ജനം ഇവിടെ താമസിച്ചിട്ടേ ഇല്ല എന്ന പോലെ അവരെ തുടച്ചു നീക്കി കളഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ അദ്ഹബ എന്നുള്ള വാക്ക് ഉപയോഗിച്ചാല് ശരിക്കങ്ങ് തുടച്ച് നാമാവശേഷമാക്കി കളയുക എന്നുള്ളതാണ്. ഇപ്പൊ ഡൈനിങ് ടേബിൾ നമ്മൾ തുടക്കുമ്പോൾ അതിലുള്ളതെല്ലാം ശരിക്കങ്ങ് തുടച്ചു വടിച്ച് എടുത്തു കളയില്ലേ എന്ന് പറയും പോലെ എടുത്തു നീക്കുകയാണ്, അഥവാ നശിപ്പിച്ചു കളയാണ്. ഈ യശ യുദ്ഹിബുക്കും വയസ്തഖ്ലിഫ് മിൻ ബഅദികും മാ യശ, അങ്ങനെ നിങ്ങൾക്ക് ശേഷം അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ പകരം കൊണ്ടുവരും. അതിനും കഴിവുള്ളവനാണ് അവൻ. വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് പറഞ്ഞത്, അല്ലെ? ഇപ്പൊ തന്നെ നോക്കൂ, ഇപ്പൊ ഇസ്രയേല് ഫലസ്തീനുമേൽ ക്രൂരതകൾ നിരന്തരമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കരുതുന്നു ഞങ്ങളെ ഇല്ലാതെയാക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ മാറ്റങ്ങൾ പെട്ടെന്ന് ഉണ്ടാവും, അല്ലെ? ഒരു ഹജ്ജ് വരാൻ പോവാണ്. ലോകം മുഴുവനും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഹജ്ജിന് ശേഷമുള്ള ഫലസ്തീനും ഇസ്രയേലും ലോകക്രമവും തന്നെ മാറിമറിഞ്ഞേക്കാം. വലിയ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നത്.
ലോകം മുഴുവനും അള്ളാഹുവിലേക്ക് മർദ്ദിതർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയിൽ ഏർപ്പെടുമ്പോൾ അള്ളാഹു ഇടപെടൂലേ? തീർച്ചയായിട്ടും. അതിനാൽ നിങ്ങളെ നീക്കിയിട്ട് മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയും. ലോകക്രമം അങ്ങനെ ഒരുപാട് മാറി മറിഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കൂ. കമാ അൻശഅക്കും മിൻ ദുർരിയ്യത്തി ഖൗമിൻ ആഖരീൻ. മറ്റൊരു ജനതയുടെ സന്തതികളിൽ നിന്ന് നിങ്ങളെ അവൻ ഇപ്പോൾ രംഗത്ത് കൊണ്ടുവന്നില്ലേ? നേരത്തെ നിങ്ങളില്ലല്ലോ, വേറൊരു സമൂഹമായിരുന്നു, അവരൊക്കെ പോയി. അവരുടെ മക്കളിൽ നിന്ന് ഇപ്പോൾ നിങ്ങളെ അവൻ രംഗത്ത് കൊണ്ടുവന്നു. എങ്കിൽ ഇതേപോലെ നിങ്ങളെ തുടച്ചു നീക്കിയിട്ട് മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരാനും കഴിവുള്ളവനാണവൻ. എന്തൊരു വാക്കാണല്ലേ! വളരെ ശക്തമായ പ്രയോഗങ്ങളാണ്. ഇനി 134 ശ്രദ്ധിക്കാം. ഇതിനെ ഒന്നുകൂടി അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. ഇന്നമാ തുഅദൂന ലആത് വമാ അൻതും ബിമുഅ്ജിസീൻ. ഇന്നമാ തുഅദൂന ലആത്. ഇന്ന നിശ്ചയം, മാ ഒന്ന്. ഇന്നമാ എന്ന് പറഞ്ഞാൽ മാത്രമാകുന്നു എന്നുള്ള ആശയമുണ്ട്. തുഅദൂൻ, വഅദ യഇദു, വാഗ്ദത്തം ചെയ്തു. വഇദ യുഅദു, വാഗ്ദത്തം ചെയ്യപ്പെട്ടു എന്നാണ്. തുഅദു, നീ വാഗ്ദത്തം ചെയ്യപ്പെട്ടു. തുഅദൂൻ, നിങ്ങൾ വാഗ്ദത്തം ചെയ്യപ്പെട്ടു. ഇന്നമാ തുഅദൂൻ, തീർച്ചയായും നിങ്ങൾ വാഗ്ദത്തം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലആത്തിൻ, അത് വരുന്നത് തന്നെയാണ്. അതായത്തി, വന്നു എന്നാണ്. ആത്തി, വരുന്നവൻ. ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം, അഥവാ നിങ്ങൾ താക്കീത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലആത്തിൻ, തീർച്ചയായും ആത്തിൻ, വരാനുള്ളത് തന്നെയാണ്. അത് വഴിയിൽ തങ്ങി നിൽക്കൂല എന്നർത്ഥം. വമാ അൻതും, നിങ്ങൾ അല്ല താനും, ബിമുഅ്ജിസീൻ, അതിനെ തോൽപ്പിക്കാൻ കഴിവുള്ളവരൊന്നുമല്ല നിങ്ങൾ. അജസ, ദുർബലനായി എന്നാണ് അർത്ഥം. അജസ, ദുർബലപ്പെടുത്തി എന്നാണ്. അതിൽ നിന്നാണ് മുഅ്ജിസ് എന്ന വാക്കുണ്ടായത്. മുഅ്ജിസ്, തോൽപ്പിക്കുന്നവൻ. മുഅ്ജിസീൻ, തോൽപ്പിക്കുന്നവർ. വമാ അൻതും ബിമുഅ്ജിസീൻ, നിങ്ങൾ അതിനെ തോൽപ്പിക്കാൻ കഴിയുന്നവരല്ല, വരാനിരിക്കുന്നതിനെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നവരല്ല നിങ്ങൾ. മുഅ്ജിസത്ത് എന്നൊരു വാക്കുണ്ടല്ലോ, പ്രവാചകന്മാർക്ക് അല്ലാഹു തആല നൽകുന്ന അതിമാനുഷമായ സവിശേഷമായ അത്ഭുത സിദ്ധികൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയാം, അല്ലെ? അവിടെയും ഉദ്ദേശിക്കുന്ന ഇത് തന്നെയാണ്. എന്താണ്? ഒരു സമൂഹം പ്രവാചകനെ ധിക്കരിക്കുമ്പോൾ അതിനെ മറികടക്കാൻ കഴിയും വിധത്തിലുള്ള ചില അത്ഭുത സിദ്ധികൾ അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകാൻ. ഇദ്ദേഹം സംസാരിക്കുന്നത് സ്വയം വാക്കുകളല്ല, ഇദ്ദേഹം പ്രകടിപ്പിക്കുന്നത് തൻ്റെ കഴിവുകളല്ല എന്ന നിലയ്ക്ക്, അതിനാൽ ഇത് സത്യം തന്നെയാണ്. അങ്ങനെ അസത്യത്തെ പരാജയപ്പെടുത്തിയിട്ട് സത്യം വിജയിച്ചു നിൽക്കാൻ അള്ളാഹു നിശ്ചയിക്കുന്ന ചില അടയാളങ്ങളാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും വാക്ക്. വമാ അൻതും ബിമുഅ്ജിസീൻ, നിങ്ങൾ അതിജയിക്കുവാൻ, ഈ സത്യത്തെ തോൽപ്പിച്ചു കളയാൻ കഴിവുള്ളവരൊന്നുമല്ല. ഇന്നമാ തുഅദൂന ലആത്ത്, നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഗതി തീർച്ചയായും വന്നെത്തുക തന്നെ ചെയ്യും. എന്താണ്? ഖിയാമത്താണ്, പരലോകമാണ്, അത് സംഭവിക്കാനുള്ളത് തന്നെയാണ് എന്ന് അല്ലാഹു തആല ഉറപ്പിച്ചു പറയാൻ. വമാ അൻതും ബിമുഅ്ജിസീൻ, നിങ്ങൾ തോൽപ്പിക്കുന്നവർ അല്ല, നിങ്ങൾക്ക് ആരെയും തോൽപ്പിക്കാൻ കഴിയില്ല, അതിന് വഴിപ്പെട്ടു കൊടുക്കാനേ പറ്റുകയുള്ളൂ എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. ഒടുവില് വീണ്ടും അല്ലാഹു തആല സമൂഹത്തെ വിളിച്ചുകൊണ്ട് സംസാരിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ്. 135 ഖുൽ യാ ഖൗമി അമലൂ അലാ മകാനതികും ഇന്നി ആമിൽ ഫസൗഫ തഅലമൂന മൻ തകൂനു ലഹു ആഖിബത്തുദ്ദാർ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ.
ഖുൽ, പ്രവാചക അവരോട് പറയൂ, യാ ഖൗം, എൻ്റെ ജനമേ, എൻ്റെ സമൂഹമേ, യഅ്മലു, നിങ്ങൾ പ്രവർത്തിച്ചോളൂ, അല മക്കാനത്തിക്കും, നിങ്ങളുടേതായ സ്ഥാനത്ത്. മക്കാൻ സ്ഥലം, മക്കാനത്ത് എന്നത് അതിൻ്റെ സ്ത്രീലിംഗ പദമാണ്. യഅ്മലു അല മക്കാനത്തിക്കും, നിങ്ങൾ നിങ്ങളുടേതായ സ്ഥാനത്ത് പ്രവർത്തിച്ചോളൂ. ഇന്നി ആമിലുൻ, നിശ്ചയം ഞാനും പ്രവർത്തിക്കുന്നവനാണ്. ഇന്നി ആമിലുൻ, പിന്നെ എന്തായിരിക്കും? അല മക്കാനത്തി, അല്ലെ, എൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നവനാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ സ്ഥാനത്ത്, നിങ്ങളുടേതായ മേഖലകളിൽ നിങ്ങൾ പ്രവർത്തിക്കൂ, എൻ്റെ മേഖലയിൽ ഞാനും പ്രവർത്തിക്കുന്നവനാണ്. എന്നിട്ടോ ഫസൗഫ, പിന്നീട്, ശേഷം, അടുത്ത് തന്നെ, തഅലമൂൻ, നിങ്ങൾ അറിയുന്നുണ്ട്. എന്താണ് അറിയാം? മൻ, ആരാണ്, അല്ലെങ്കിൽ ആർക്കാണ്, തക്കൂനു, ഉണ്ടാകുക, ലഹു, അവന്, ആഖിബ, ശുഭ പര്യവസാനം, അദ്ദാർ, ആ ഗേഹത്തിൻ്റെ അഥവാ പരലോകത്തെ ശുഭപര്യവസാനം ആർക്കാണുണ്ടാവുക എന്നത് നിങ്ങളറിയും എന്ന് അള്ളാഹു ചേർത്ത് പറയുന്നു. ഫസൗഫ തഅലമൂന മൻ തകൂൻ ലഹു ആഖിബത്തുദ്ദാർ, ആ വീട്ടിലെ ശുഭപര്യവസാനം ആർക്കായിരിക്കും എന്നത് നിങ്ങൾ പിന്നീട് അറിയും. ഇന്നഹു, തീർച്ചയായും അവൻ, ലാ യുഫ്ലിഹു ളാലിമൂൻ, ഇന്നഹു, നിശ്ചയം, അത് എന്തെന്നാൽ, ഈ കാര്യം എന്തെന്നാൽ, വസ്തുത എന്തെന്നാൽ, ലാ യുഫ്ലിഹു, അഫ്ലഹ യുഫ്ലിഹു, വിജയിച്ചു, ലാ യുഫ്ലിഹു, വിജയിക്കുകയില്ല, അല്ലാലിമൂൻ, അധർമ്മകാരികൾ വിജയിക്കാൻ പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, സമൂഹത്തോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന ശൈലിയിലാണ് ഈ സൂക്തം ഉള്ളത്. അതുകൊണ്ടാണ് ഖുൽ കൊണ്ട് ആരംഭിക്കുന്നത്. നബിയെ, താങ്കൾ പറഞ്ഞു കൊടുക്കും. യാ ഖൗം യഅ്മലു അലാ മക്കാനത്തിക്കും, സമൂഹമേ, നിങ്ങൾ നിങ്ങളുടേതായ സ്ഥാനത്ത് നിന്നുകൊണ്ട്, നിങ്ങളുടേതായ ശൈലിയിൽ, നിങ്ങളുടേതായ ആദർശത്തിന് വേണ്ടി, നിങ്ങളുടേതായ നിലപാടുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചോളൂ. ഇന്നി ആമിലുൻ, ഞാനും ഇതേപോലെ എൻ്റെതായ ആദർശത്തിനും എൻ്റെതായ നിലപാടുകൾക്കും എൻ്റെതായ ലക്ഷ്യങ്ങൾക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവനാണ്. എന്നും ലോകത്ത് ഈ അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു വേണ്ടിയാ പ്രവർത്തിക്കുക? സത്യത്തിന് വേണ്ടിയാണ്, അല്ലെ? അതേ സമയത്ത് മറുവശത്തുള്ളവര് അസത്യത്തിനും അനീതിക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുക. രണ്ടു കൂട്ടർക്കും ഈ ലോകത്ത് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചോളൂ, ഞാനും പ്രവർത്തിക്കാം എന്ന് പറയുന്നു. ലോകത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നത് അതാണ്, അല്ലെ? ഇസ്രയേലും ഗസയും എടുക്കുമ്പോൾ ഇസ്രയേൽ ക്രൂരത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഗസയോ, അവര് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകുന്നു. ആഗോളതലത്തിൽ തന്നെ ഈ പ്രതിഭാസം നിലനിൽക്കുന്നു. ഓരോ വ്യക്തികൾ തമ്മിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത് തന്നെയാണ്. ഒരു കൂട്ടർ നന്മയ്ക്ക് വേണ്ടിയാകുമ്പോൾ മറ്റൊരാൾ തിന്മയ്ക്ക് വേണ്ടിയായിരിക്കും. പക്ഷേ ഇതൊന്നും അധികം നിലനിൽക്കുന്നതല്ല. ഒരു കണക്കെടുപ്പിന്റെ നാള് വരും. ഫസൗഫ തഅലമൂൻ, അപ്പോ നിങ്ങൾ അറിയും, മൻ തകൂനു ലഹു ആഖിബത്തുദ്ദാർ, ആ ഭവനത്തിലെ, അള്ളാഹുവിൻ്റെ വീട്ടില് അഥവാ പരലോകത്ത് ശുഭപര്യവസാനം, അന്തിമ വിജയം ആർക്കാണ് എന്ന് നിങ്ങൾ അറിയും. അവിടെയാണ് റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത്. നമ്മളും ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ എന്തൊക്കെ കൃത്രിമങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ആശങ്കകളും നമ്മുടെ മനസ്സിലുണ്ട്. ഈ ലോകത്ത് അങ്ങനെയാണ്. ഈ ലോകത്തെ മനുഷ്യനിർമ്മിതമായ സംവിധാനങ്ങളും കോടതികളും തിരഞ്ഞെടുപ്പും, അതിലൊക്കെ ഇത്തരത്തിലുള്ള പല സ്വാധീനങ്ങളും ഉണ്ടാവാൻ ഇടയുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കോടതി അങ്ങനെയല്ല. അവിടെ അന്തിമമായ വിധിയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ, അതിനാൽ അക്രമികൾ ഒരിക്കലും വിജയിക്കില്ല അന്തിമമായിട്ട്. അതോടുകൂടി അവസാനിക്കുകയാണല്ലോ. അതിനാൽ ആ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം എന്ന് വളരെ ശക്തമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ഘട്ടം ഇവിടെ പൂർണ്ണമാകുകയാണ്. സൂറത്തുൽ അൻആമില് ഇനി വരാൻ പോകുന്നത് ബഹുദൈവവാദികൾ,
അള്ളാഹു അല്ലാത്ത പലതിനെയും ദൈവമായിട്ട് സങ്കല്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രവൃത്തികൾ, അതിലെ വൈരുദ്ധ്യങ്ങൾ, യുക്തിക്ക് നിരക്കാത്ത നിലപാടുകൾ, അതിനെക്കുറിച്ചാണ് അടുത്ത സൂക്തങ്ങളിൽ വരാൻ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ കൽപ്പനകൾ യഥാവിധി പാലിച്ചുകൊണ്ട് പരിപൂർണമായും അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം നയിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ സൂക്തങ്ങളിലെ കൽപ്പനകൾ യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരോടും കൂടി ഉള്ളതാണെന്ന് മനസ്സിലാക്കണം. നിങ്ങളെ നീക്കിയിട്ട് മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരും എന്ന് പറഞ്ഞല്ലോ, ശരിക്കും അത് വല്ലാത്തൊരു പ്രയോഗമാണ്. ഇപ്പോൾ നമുക്ക് ആണ് അള്ളാഹു ആയുസ് തന്നത്. നമ്മൾ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നില്ലെങ്കിൽ മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരും. നമ്മുടെ കയ്യിലാണ് ഇപ്പോൾ സമ്പത്തുള്ളത്. ഇതേ സമ്പത്തിനി അടുത്ത തലമുറയുടെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഇങ്ങനെ ഓരോന്നും സംഭവിക്കുമല്ലോ. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, ലോകം ഗസയുടെ വിഷയത്തിൽ മൗനത്തിലാണ് അല്ലേ? ഇന്ന് രാത്രി 8 മണിക്ക് ആണെന്ന് തോന്നുന്നു ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഗസയോട് ചേർന്ന് നിൽക്കാൻ വീട്ടിലെ ലൈറ്റുകൾ അണച്ചു കളഞ്ഞിട്ട് മെഴുകുതിരി മാത്രം കത്തിച്ചു വെച്ചിട്ട് ഗസയോട് ഐക്യപ്പെടാൻ വേണ്ടി ലോകതലത്തിൽ നടക്കുന്ന ഒരു സംഭവത്തിന്റെ ഭാഗമാണത്. എന്ന് പറഞ്ഞാൽ ലോകം ഇരുട്ടിലാണ്, പക്ഷേ നമ്മളിപ്പോഴും ഒരു മെഴുകുതിരിയായിട്ടെങ്കിലും എരിഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന വലിയൊരു സന്ദേശമാണ് മർദ്ദിത സമൂഹത്തിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ നിലകൊള്ളുന്നില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് ജീവിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അങ്ങനെ വരുമ്പോൾ അല്ലാഹു തആല യുദ്ഹിബുക്കും, നിങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കാൻ അർഹതയുള്ളവരല്ല എന്നതിനാൽ തുടച്ചു നീക്കിക്കളയും. അത് ശിക്ഷയിലൂടെ ആകാം, നമ്മുടെ അഭിമാനം ക്ഷതപ്പെട്ടുകൊണ്ടാകാം. ഇപ്പൊ ഈ രാജ്യത്ത് ഈ മുസ്ലിം ന്യൂനപക്ഷം നിലനിൽക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ. എണ്ണത്തിൽ കുറവായിട്ടൊന്നും അല്ലല്ലോ. ഇസ്സത്തും ഖുവ്വത്തും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകുവാൻ ഭൗതിക വിഭവങ്ങളല്ല അതിൻ്റെ മാനദണ്ഡം, നമ്മുടെ നിലപാടുകളാണ്. സ്വന്തമായിട്ടൊരു നിലപാടില്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള അപജയങ്ങളും ഒരു സമൂഹത്തെ പിടികൂടുക. അതിനാൽ പ്രതികരണ ശേഷി ഉണ്ടാവണം. അവനവൻ്റെ നിലപാടിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി നിലകൊള്ളാൻ സാധിക്കണം എന്നതൊക്കെ വളരെ പ്രധാനമാണ്. വ്യക്തിപരമായും കുടുംബപരമായും ഒക്കെ അതിനെ ആ നിലയ്ക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാൽ ഈ സൂക്തങ്ങൾ വളരെ ഗൗരവതരമായ ആശയമാണ് പ്രകാശിപ്പിക്കുന്നത്. അള്ളാഹുവെ, എല്ലാം അറിഞ്ഞ് പഠിച്ച് ഉൾക്കൊണ്ട് ജീവിതത്തിൽ കൃത്യമായ നിലപാടുള്ളവരായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിക്കണേ നാഥ. ഞങ്ങളിൽ നിന്ന് ഹജ്ജിന് യാത്ര ചെയ്യുന്ന സഹോദരങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. പ്രത്യേകമായിട്ട് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മുടെ ക്ലാസ് ഓൺലൈനായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് റൂമിൽ ഇരുന്ന് ക്ലാസ് ശ്രദ്ധിക്കുന്നതിൻ്റെ ഒരു സുഖം, ആ ഒരു അറ്റൻഷൻ പലപ്പോഴും നമുക്ക് ലഭിക്കുന്നുണ്ടാവില്ല. എന്നാലും അൽഹംദുലില്ലാ നമ്മളിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കുറേ സഹോദരങ്ങൾ ക്ലാസ്സിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു, വീട്ടിലുള്ളവർക്കും സംബന്ധിക്കാൻ കഴിയുന്നു എന്നതൊക്കെ അതിൻ്റെ ഗുണവശമാണ്. അതേ സമയത്ത് നമ്മുടെ ഈ ഖുർആൻ സ്റ്റഡി സെന്റർ എന്ന സംവിധാനം നമുക്ക് ഇത് പഠിച്ച് നന്നായി ബോധ്യപ്പെട്ട് ജീവിതത്തിൽ നടപ്പിൽ വരുത്താൻ കഴിയും വിധത്തിൽ പഠിക്കുന്ന സൂക്തങ്ങളെ മനസ്സിൽ സൂക്ഷിക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെ പരീക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എടപ്പള്ളിയിലെ നമ്മുടെ ക്ലാസ് വളരെ സജീവമായിട്ട് പരീക്ഷകൾ പങ്കെടുത്ത് റാങ്കുകൾ വാങ്ങിച്ചിട്ടുള്ള ക്ലാസ്സാണ്. നമുക്കതിന് തുടർച്ചകൾ ഉണ്ടാവണം, നിലച്ചു പോകരുത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ജൂലൈ 23-ന് ഈ വർഷത്തെ ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ എക്സാം വരുന്നുണ്ട്. അതിൽ കഴിയുന്നവർ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗം തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യണം. കഴിയുന്ന ആളുകൾ മാഇദ, അൻആം ഒക്കെ നമ്മൾ പഠിക്കുകയാണല്ലോ. അപ്പോൾ ആ നിലയിൽ ഓരോ പാട്ടായിട്ടാണ് പരീക്ഷകൾ ഉണ്ടാവുക. അത് ഒന്നുകൂടി റെഫർ ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സന്നദ്ധമാവുക. നമ്മുടെ അതിൻ്റെ മാതൃകാ ചോദ്യ പേപ്പറൊക്കെ നമുക്ക് കിട്ടും. അതിൽ നമ്മുടെ ക്ലാസ് അഫിലിയേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ 100 രൂപ ഫീ അടച്ചുകൊണ്ടാണ് നമ്മളതിൽ ജോയിൻ ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ പേപ്പറുകൾ പൂരിപ്പിച്ചാണ് അപേക്ഷകൾ കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ സംവിധാനങ്ങളാണെല്ലാം. ഇനി അഫിലിയേഷൻ ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ പിന്നെ ആ നിലയ്ക്ക് അഫിലിയേറ്റ് ചെയ്തിട്ടില്ലാത്ത, സ്ഥിരം പങ്കെടുക്കാത്ത ആളുകൾക്കും
പരീക്ഷ എഴുതാനുള്ള അവസരമുണ്ട്. അവർ 150 രൂപ ഫീ അടച്ചുകൊണ്ട് ഇതേപോലെ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആവശ്യമായ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ഡയറക്ടർ മുഹമ്മദ് സാഹിബ് മുഖേന ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാഹ്. ഏതെങ്കിലും ഒരു ഭാഗം എഴുതി നോക്കും എന്ന് നമ്മൾ തീരുമാനമെടുക്കാം. അത് ഒരുപാട് ഭാഗങ്ങളായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ സൂറത്തു നാസ് മുതൽ അല വരെ ഒരു ഭാഗമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ്. അത് നമ്മൾ പലപ്പോഴും എഴുതിയതായിരിക്കും. പിന്നെ അമ്മ ജുസു ഒരു പാർട്ടാണ്. അതുപോലെ തന്നെ അൽ ബഖറ ഒരു ഭാഗമാണ്, ആലു ഇമ്രാൻ, നിസാ, ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്ത ഭാഗങ്ങളാണ്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് തീരുമാനിച്ചുകൊണ്ട് ഇതിൽ നമ്മൾ പങ്കാളികളാവണം. നമുക്ക് വേണ്ടിയാണ് ഈ ഖുർആൻ സ്റ്റഡി സെന്റർ പ്രവർത്തിക്കുന്നത്. അപ്പം അത് ആ സംവിധാനം ശക്തിപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം നമുക്ക് പ്രയോജനപ്പെടുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ ഖുർആൻ പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ആ ഡേറ്റ്